പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും മിക്ക ദിവസങ്ങളിലും കാണുന്ന ഒരു വാർത്തയാണ് സെക്ഷൽ അസോൾട്ട് കേസിൽ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതും തുടർന്ന് കേസായതും ശേഷം മാനനഷ്ടമടക്കം ശിക്ഷ ലഭിച്ചതും ഒക്കെ. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായാലും കോടതി, പൊതുജനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്നവർ, ഇങ്ങനെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. എത്ര വലിയ ആളായാലും പലർക്കും അത്യാവശ്യം അറിയേണ്ട നിയമകാര്യങ്ങളിൽ പോലും പറ്റുന്നത് സ്വാഭാവികമായിരിക്കാം. എന്നാൽ ഈ കേസ് അങ്ങനെയല്ല. അറിഞ്ഞോ അറിയാതെയോ തെറ്റ് സംഭവിച്ചാൽ ശിക്ഷ ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മിക്ക ദിവസങ്ങളിലെയും വാർത്തകളിൽ നിങ്ങൾ കേട്ടിരിക്കും ബലാത്സംഗ കേസുകളിലും പീഡന കേസുകളിലും പോക്സോ കേസുകളിലും ഒക്കെയുള്ള ഇരകളുടെ അല്ലെങ്കിൽ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതായിട്ട് പോലീസ് കേസ് എടുത്തത് സംബന്ധിച്ചൊക്കെ. അപ്പോൾ പീഡന കേസിലെ പരാതിക്കാരിയെ തിരിച്ചറിയും വിധം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ഇടുക, അധിക്ഷേപിക്കുക, അതുപോലെ അതിജീവിതയെ തിരിച്ചറിയുന്ന വിധത്തിൽ പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിക്കുക, ഇരയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുക, അതുപോലെ പോക്സോ കേസിലെ ഇരയുടെ വിവരങ്ങൾ ഒരു യൂട്യൂബർ ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ട് വലിയ പൊല്ലാപ്പായ കേസാണ്. അപ്പോൾ പോലീസ് അയാൾക്കെതിരെ നടപടിയെടുത്തു, കോടതി കയറി. അതുപോലെ മറ്റ് പത്രമാധ്യമങ്ങളിലൂടെ ഉത്തരവാദപ്പെട്ടവർ വെളിപ്പെടുത്തിയ കേസ് വേറെയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൈബർ പോലീസ് കേസെടുത്ത നിരവധി സംഭവങ്ങളാണ് നിത്യേനയെന്നോണം സുപ്രീം കോടതി വരെ എത്തുന്നത്. ഒരു പീഡനം, അതായത് റേപ്പ്, സെക്ഷൽ അസോൾട്ട്, പോക്സോ കേസ് എന്നിവയിലെ ഇരകളെ തിരിച്ചറിയും വിധം പേര്, അഡ്രസ്സ്, സ്കൂള്, തൊഴിൽ, പ്ലേസ് എന്നിവ വെളിപ്പെടുത്തുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫോട്ടോ ഇടുക, വീഡിയോസ് ഇടുക, അത് ഷെയർ ചെയ്യുക, പ്രിൻ്റ് പബ്ലിഷിംഗ് ചെയ്യുക, ഇതെല്ലാം നിയമവിരുദ്ധമാണ്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 72 ക്ലോസ് 1 അതുപ്രകാരവും IT നിയമപ്രകാരവും ഒക്കെ 2 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. ഇത് ഇരകളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സ്വകാര്യത സംരക്ഷിക്കാനുള്ള നിയമമാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും കർശന നിർദ്ദേശവുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദ വിക്ടിം ഷാൽ ബി റെഫേർഡ് ടു ആസ് എക്സ്, മൈനർ, ഗേൾ, വിക്ടിം മുതലായ പദങ്ങളെ ഉപയോഗിക്കാവൂ എന്ന്. ഒരു ഇൻഡയറക്റ്റ് ക്ലൂ പോലും ഉപയോഗിച്ചാൽ അത് നിയമ ലംഘനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടൊരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, FIR എന്നിവയിൽ പോലും പോലീസ് ഇരയുടെ പേര് എഴുതാറില്ല. പകരം വിക്ടിം, കംപ്ലൈനൻറ്റ്, എക്സ്, വൈ, സെൽഡ്, മൈനർ ഗേൾ, സർവൈവർ എന്ന രീതിയിൽ ഒരു അനോണിമൈസ്ഡ് ആയിട്ടാണ് ചേർക്കുന്നത്. എന്നാൽ പോലീസിൻ്റെ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സിൽ കേസ് ഡയറി, സ്റ്റേറ്റ്മെൻറ്റ്, മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്നിവയിൽ ചേർക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കുമെന്ന് മാത്രം. ഇപ്പോൾ വിചാരണ കോടതി നടപടികൾ എന്നിവ ഒഴിച്ച് കോടതിയുമായി ബന്ധമില്ലാത്ത യാതൊന്നിലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അതുപോലെ കുറ്റവാളികൾ, പ്രതിയായ കേസിൽ ചൈൽഡ് വിക്ടിംസ്, മൈനറായ കുട്ടികളടങ്ങിയ പോക്സോ കേസിലുള്ള കുട്ടികളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതും കഠിനമായ കുറ്റമാണ്. അത് സാധാരണ പത്രമാധ്യമങ്ങളായ സോഷ്യൽ മീഡിയ പോലുള്ള പോലീസ് എല്ലാവർക്കും ബാധകമാണ്. അതുപോലെ കോടതിയിൽ ഫുൾ ഐഡൻറ്റിറ്റി രേഖപ്പെടുത്തുമെങ്കിലും അത് ലോയേഴ്സിനും കോർട്ട് സ്റ്റാഫിനും മാത്രം കാണുന്ന രീതിയിൽ നിയന്ത്രിതമായി സീൽഡ് റെക്കോർഡായിരിക്കുമെന്നുമാണ്. അപ്പോൾ പബ്ലിക്കിനായുള്ള കോടതി വിധിയിലും സെൻസേർഡ് ചെയ്യപ്പെട്ടിരിക്കും. ഈ നിയമത്തിൻ്റെ ഉദ്ദേശം സെക്ഷൽ അസോൾട്ടിനും മറ്റും ഇരയായവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാതിരിക്കാനും സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്നതിന് കോട്ടം തട്ടാതിരിക്കാനും അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് എന്നതിനാൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സ്വകാര്യത ലംഘിച്ചാലുള്ള നിയമലംഘനം ഭരണഘടനാപരമായ അവകാശ ലംഘനമാണ്. അപ്പം അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങളുടെ ലംഘനം കൂടിയാണ്. കൂടാതെ മാന്യതയുടെയും സുരക്ഷയുടെയും നിഷേധം കൂടിയായതിനാൽ അത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമായിട്ടും കണക്കാക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. പലർക്കും തെറ്റുപറ്റാം, എന്നാൽ കടുത്ത ഒരു നിയമ ലംഘനം കൂടിയാണ് എന്ന് അറിയുക. അതുകൊണ്ട് പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും അതിലൊക്കെ കണ്ടാൽ ഷെയർ ചെയ്യരുത്, സ്ക്രീൻഷോട്ട് എടുക്കരുത്, പകരം റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പലരും ഇത്തരം കാര്യങ്ങളിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഗോസിപ്പാക്കി മാറ്റാറുണ്ട്. അത് പാടില്ല. ഇരയ്ക്ക് കുടുംബമുണ്ട്, നാട്ടുകാരുണ്ട്, തൊഴിൽ സ്ഥലമുണ്ട്, സ്കൂള് എന്നിവിടങ്ങളിൽ അപമാനം നേരിടേണ്ടി വന്നേക്കാം. മാനക്കേട് കാരണം അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയേക്കാം. മാത്രമല്ല, ഒരു വ്യക്തിയുടെ മാന്യതയ്ക്കും അന്തസ്സിനും കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ
മാനനഷ്ട കേസും പുറകെ വരും. മറ്റൊന്നെന്ന് വെച്ചാൽ ചിലർ ഇരയുടെ ഐഡന്റിറ്റി അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളൊരു കൗതുകം ഉണ്ടാവും. അത് ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു ദുസ്വഭാവം, നല്ല സ്വഭാവമല്ല, അത് ദുസ്വഭാവമാണ്. ആരാണ് അവൾ, എവിടെയാണ് താമസം എന്നുള്ള ഒരു ദുഷിച്ച കൗതുകം നാം ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ജാഗ്രത പാലിക്കുക. ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണ്. മാതാപിതാക്കൾ അടക്കം മക്കൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ പകർന്നു നൽകുക. ഇത്തരം മനുഷ്യാവകാശ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളർന്നു വരുന്ന തലമുറകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിത്യവും സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ചെറുപ്പക്കാർ അശ്രദ്ധ കാരണം വഴിതെറ്റാനിടയുണ്ട്. അതുകൊണ്ട് മുതിർന്നവർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. രാജ്യത്തെ നിയമം അറിഞ്ഞെങ്കിൽ മാത്രമേ ഉത്തമ പൗരന്മാരായി വളരാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഈ വീഡിയോ മക്കളടക്കം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇത്തരം പ്രധാനപ്പെട്ട ചെറിയ ചെറിയ അറിവുകൾ അടങ്ങിയ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിൽ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം അയച്ചു തരേണ്ടതായിട്ട് വരും. അങ്ങനെ അയക്കാൻ എല്ലാവരുടെ നമ്പറും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.